കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ സ്വാശ്രയ കോളേജുകളിൽ ബി.എഡ് പ്രവേശനത്തിനായി വാങ്ങുന്നത് ലക്ഷങ്ങളുടെ കോഴ. മറ്റ് കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്വാശ്രയ കോളേജുകളിൽ സർവകലാശാല തന്നെ ഉയർന്ന ഫീസ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അതിനു പുറമെയാണ് ഭീമൻ തുക കോഴയായി വാങ്ങുന്നത്. ചില മാനേജ്മെന്റ് അംഗങ്ങളുടെ വീട്ടിൽ പണം കൊണ്ടുവരാൻ ആവശ്യപ്പെടുമ്പോൾ മറ്റു ചിലർ അടുത്ത വർഷത്തേക്കുള്ള ബുക്കിംഗിന് പോലും തയ്യാറാണ്. റിപ്പോർട്ടർ അന്വേഷണം. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും പ്രൊഫഷണൽ കോഴ്സുകൾ നടത്തുന്ന മറ്റ് സ്വാശ്രയ കോളേജുകളിലുമെല്ലാം അധ്യയന വർഷാരംഭത്തിൽ നടക്കുന്നത് സീറ്റ് കച്ചവടമെന്ന വലിയ കൊള്ള. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ ബി.എഡ് സെന്ററുകളിൽ നിന്ന് വ്യാപകമായ പരാതികൾ വന്നു തുടങ്ങിയതോടെയാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണത്തിൽ കണ്ടെത്തിയതാകട്ടെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയുടെ ബി.എഡ് സെന്ററിൽ സോഷ്യൽ സയൻസിൽ എളുപ്പത്തിൽ പ്രവേശനം കിട്ടും. വെറും 2 ലക്ഷം രൂപ കൊടുത്താൽ മതി. നമ്മുടെ കോളേജിൽ 1.40 ഡൊണേഷൻ എല്ലാം കൂടി 60 രൂപ ഫീസും 2 രൂപ. തിങ്കളാഴ്ച വേഗം കൊല്ല പൈസ കൊണ്ട് കോളേജിൽ പോയി കൊടുത്താൽ കിട്ടും. സ്വാശ്രയ കോളേജുകൾക്ക് മറ്റു കോളേജുകളെക്കാൾ ഉയർന്ന ഫീസ് സർവകലാശാല തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. സർവകലാശാല ആക്ടും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് മാനേജ്മെന്റോ പ്രിൻസിപ്പലോ സ്ഥാപനവുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലുമോ ഡൊണേഷൻ എന്ന പേരിൽ ഒരു തുകയും വാങ്ങരുതെന്നാണ് ചട്ടം. എന്നാൽ തുകയുമായി വീട്ടിലെത്താൻ പോലും ആവശ്യപ്പെടുന്നുണ്ട് ഇവർ. വീട്ടിൽ വരണം. അല്ല, മാനേജ്മെന്റ് സീറ്റ് കോളേജിൽ ഉണ്ടാവില്ല. മറ്റൊരു കോളേജിൽ ബന്ധപ്പെട്ടപ്പോഴാകട്ടെ ഇത്തവണത്തെ സീറ്റ് തീർന്നു. 25,000 രൂപ അടച്ച് ബുക്ക് ചെയ്താൽ അടുത്ത വർഷം 2.5 ലക്ഷത്തിന് സീറ്റ് തരാമെന്ന വിചിത്രമായ ഓഫറും വെച്ചു. അടുത്ത വർഷത്തേക്ക് ബുക്ക് ചെയ്തിട്ടോളൂ, കിട്ടിയില്ലെങ്കിൽ ആവും, കിട്ടാതാവും. അതിന് കുറെ പൈസ ബുക്ക് ചെയ്തിട്ട് എങ്ങനെയാ? ബുക്ക് ഞങ്ങള് 25,000 കൊടുത്ത് ബുക്ക് ചെയ്തിട്ടാ മതി. ബാക്കിയുള്ള പൈസ അവസാനം കൊടുത്താൽ മതി. 2.5 ലക്ഷം റുപ്യ ഡൊണേഷൻ ആവും. SS-നും ഒക്കെ ഡിമാൻഡാണ്. മാത്സിന് മാത്രമേ അവർക്ക് കുറവുള്ളൂ. സീറ്റ് കോഴയ്ക്കെതിരെ പ്രശ്നപരിഹാര സെല്ലിലടക്കം പരാതി കൊടുത്തിട്ടും യാതൊരു പരിഹാരവും ഇല്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. സിൻഡിക്കേറ്റിലെ ഒരു പ്രമുഖന് തന്നെ സ്വന്തമായി ബി.എഡ് സെന്റർ ഉള്ളതിനാലാണ് നടപടി വരാത്തതെന്നാണ് വിദ്യാർത്ഥികൾക്കിടയിലെ പൊതുചർച്ച. റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.